ഈജിപ്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തണമെങ്കിൽ ഇപ്പോൾ തെരുവിൽ നടക്കുന്ന സമരങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് ബബ്ലാവി പറഞ്ഞു. ഇതിനായി ചർച്ചകൾക്ക് എല്ലാ കക്ഷികളും തയ്യാറാവണം. രാജ്യത്തെ പുതിയ സാമ്പത്തിക മാതൃകകളിലൂടെ വികസനത്തിലേക്ക് എത്തിക്കുക എന്നതാണ് തന്റെ സർക്കാരിന്റെ ലക്ഷ്യം. അത് കൈവരിക്കുക തന്നെ ചെയ്യും, ബബ്ലാവി പറഞ്ഞു. حكومة الغرض منها وضع الأسس السليمة للقادم. أنا أعتقد هذا لم يتحقق افرض أعطانا وضع دستور والبلد منقسمة. സംഘർഷഭരിതമായ തെരുവുകളിലൂടെ രാജ്യത്തിന് വികസനം നേടാൻ കഴിയില്ല. അവിടങ്ങളിൽ സമാധാനം സ്ഥാപിക്കുക എന്നതാണ് തങ്ങളുടെ ആദ്യ ലക്ഷ്യം. അതിനായി സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും പുതിയ പ്രധാനമന്ത്രി പറഞ്ഞു. മുഹമ്മദ് മുർസിയെ പട്ടാളാട്ടിമറിയിലൂടെ പുറത്താക്കിയതിനു ശേഷം രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരങ്ങളാണ് നടക്കുന്നത്. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മുസ്ലിം ബ്രദർഹുഡുമായി പുതിയ സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും ബ്രദർഹുഡ് ആവശ്യം തള്ളുകയായിരുന്നു. മുർസി അനുകൂലികൾ നടത്തുന്ന സമരം ഇപ്പോഴും ഈജിപ്തിൽ ശക്തമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.